ഹലോ ഹായ് റുസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുരിങ്ങയില കുത്തിക്കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി നല്ല വൃത്തിയായി നമ്മൾ കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു 3-4 വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളിയും പിന്നെ ഒരു 4-5 വറ്റൽമുളകുമാണ്. ഇത് ഞാൻ ഇടികല്ലിയിലിട്ടിട്ട് ഇതൊന്ന് കുത്തി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയില ഉണ്ടാക്കുന്നത് തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കുത്തി ചതച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുത്തി ചതച്ച് തന്നെ ഉണ്ടാക്കണം കേട്ടോ, അല്ലാതെ നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്നും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാതെ, നന്നായിട്ട് പരിപ്പൊക്കെ വെന്തിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഇതിലാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ മുരിങ്ങയില ഞാനിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക്. മുരിങ്ങയില എന്ന് വെച്ചാൽ നമുക്ക് കുറേ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള വിഭവമാണ്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയണമെന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുത്തിക്കാച്ചിയതൊന്ന് തെളിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. 4 ഭാഗം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്, ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കുത്തി ചതച്ച് വെച്ചിട്ടുള്ള മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്നൊരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളെ മുരിങ്ങയിലയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ കറിവേപ്പിലൊന്നും ഇടുന്നില്ല. ഇലൻ്റെ ഒരു റെസിപ്പി ആയത് കാരണം കറിവേപ്പില ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കുത്തിക്കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.